വാർത്തകളുമാണ്. ആലപ്പുഴ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം നൽകിയത്. പ്രതികളായ 5 പേർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗവൺമെന്റ്മാരുടെ ചോദ്യം ചെയ്യൽ നടക്കും. ഇന്ന് 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സാധ്യതയുള്ളത്. തുടർന്ന് 4 മണി വരെ ചോദ്യം ചെയ്യാം. ഇത്തരത്തിൽ 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലുണ്ടാകും. ഇതേ രീതിയിൽ തന്നെയാണ് അടുത്ത 2 ദിവസം തന്നെ ചോദ്യം ചെയ്യലുണ്ടാവുക. അതുപോലെ തന്നെ രാവിലെ 10 മണിക്ക് എത്തി 4 മണി വരെ ചോദ്യം ചെയ്യൽ നടക്കും. ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 2 ആൾ ജാമ്യത്തിൽ വിടാനാണ് സാധ്യതയുള്ളത്. മാത്രമല്ല 1 ലക്ഷം ബോണ്ടിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വിടുക. അതുപോലെ തന്നെ ഇവരുടെ മൊഴികൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അന്വേഷണ DGPക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും എല്ലാം തന്നെ ഇതിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ കൈമാറുന്നത്. എന്തായാലും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ പോലീസ് ഇവരുടെ ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതി നിർദ്ദേശിച്ച ബോണ്ടിന്റെയും ജാമ്യക്കാരുടെ ഉറപ്പിന്റെ മേലായിരിക്കും 2 ആൾ ജാമ്യത്തിലായിരിക്കും ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല സംഭവ ദിവസം ഉപയോഗിച്ച ലാത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ മുൻനിർത്തിയുള്ള മറ്റ് തെളിവ് ശേഖരണങ്ങളോ ചോദ്യം ചെയ്യലിന് ശേഷം നടന്നേക്കാമെന്നാണ് മറ്റു കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ നിലനിൽക്കുന്നതിനാൽ ഗവൺമെന്റ്മാർ ഹാജരാകുന്നതോടുകൂടി കേസിന്റെ ആദ്യഘട്ട അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് SIT ചിന്തിക്കുന്നത്.